ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദ കോഫി മഗ്. ഞാൻ ലിഷ. ഇന്ന് ഞാൻ നിങ്ങൾക്കായി ഒരു അടിപൊളി റെസിപ്പിയുമായാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്നതും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതുമായ ഒരു ഡെസേർട്ട്, ക്യാരറ്റ് ഹൽവ. നമ്മൾ സാധാ ബേക്കറികളിൽ നിന്ന് വാങ്ങിക്കുന്ന ഹൽവയല്ല ഇത്. ഒരു നോർത്ത് ഇന്ത്യൻ സ്വീറ്റ്, ഐസ്ക്രീമിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കോമ്പിനേഷനാണ്. ആദ്യം നമുക്ക് ഹൽവയ്ക്ക് ആവശ്യമായിട്ടുള്ള ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഞാൻ 500 ഗ്രാം ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇനി നമുക്ക് ഹൽവയ്ക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി ക്യാരറ്റ് ഞാനിവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് 4 കപ്പ് വരും. പാല് 2 കപ്പ്, പഞ്ചസാര 1/2 കപ്പും 2 ടേബിൾ സ്പൂണും, കാഷ്നട്ട് ചെറുതായി അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ, പിസ്ത സ്ലൈസ് ചെയ്ത് 1 ടേബിൾ സ്പൂൺ, ബദാം സ്ലൈസ് ചെയ്തത് 1 ടേബിൾ സ്പൂൺ, ഏലക്ക പൊടിച്ചത് 1/4 ടീസ്പൂൺ, നെയ്യ് 2.5 ടേബിൾ സ്പൂൺ എന്നിവയാണ് നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളത്. നമുക്ക് ഹൽവ ഉണ്ടാക്കുന്നതിന് മുൻപായി നട്ട്സൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അതിനായി ഒരു പാനിലേക്ക് 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടാക്കാം. അതിലേക്ക് കാഷ്നട്ട് ഇട്ട് കൊടുത്ത് ലൈറ്റ് ഗോൾഡൻ കളർ വരുന്നവരെ ഫ്രൈ ചെയ്യാം. ഇതിലേക്ക് പിസ്തയും ബദാമും ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റിവെക്കാം. അതിനുശേഷം ചൂടാക്കിയ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായതിനു ശേഷം ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കണം. ഇനി തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് 5 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കല്ലേ. ഇനി ഇതിലേക്ക് പാലും ഏലക്ക പൊടിച്ചതും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഒഴിച്ചിരിക്കുന്ന ഈ പാൽ നന്നായിട്ട് വറ്റി കിട്ടണം. ഏകദേശം ഒരു 10-15 മിനിറ്റ് സമയമെടുക്കും. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുകയും വേണം. നന്നായി പാൽ വറ്റിയതിന് ശേഷം ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും ഒരു 3-4 മിനിറ്റ് കുക്ക് ചെയ്ത് പഞ്ചസാര പാനിയും ഒന്ന് വറ്റിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ ആദ്യം വറുത്ത് വെച്ചിരുന്ന നട്ട്സും കൂടി ചേർത്ത് കൊടുത്ത് ഇളക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഹൽവ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ഡെസേർട്ടാണിത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നമുക്കിനി മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.